നീ ആരെയാ നോക്കുന്നേ? അതൊന്നുമില്ലടാ. ഇവിടുത്തെ അടിയൊക്കെ കഴിഞ്ഞോ? ആ, അതിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൺട്രി പീപ്പിൾസ് ഇന്ത്യയിൽ കാല് കുത്തിയില്ല, അപ്പേക്ക് തന്നെ എങ്ങനെ. ഇനി എന്തൊക്കെ കാണാതിരിക്കുന്നതാവോ. എന്നാൽ പിന്നെ നീ എന്തിനാണ് അത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്? നിനക്ക് ആരുടെ ഇരുന്നാൽ പോരെ, ഇന്ത്യക്കാരെ പറ്റൂലെങ്കിൽ. അല്ല പിന്നെ വന്ന് കയറിയതും പോരാ, ഇവിടുത്തെ നാട്ടുകാരെ പറ്റി കുറ്റം പറയും ചെയ്യുക. കിട്ടിയില്ലേ? നീ മിണ്ടാണ്ടിരുന്നോ? എടാ ജയ്ടാ, ഇവരൊക്കെ എന്നെ കളിയൊക്കെ കണ്ടിട്ടാ ഈ ഇതെന്തൊക്കെയൊന്നും മിണ്ടാത്തത്. ഞാനെന്താ അറിയാനാ, ഈ ചോദിച്ചു വാങ്ങിയല്ലേ. അക്കാരോട് മിണ്ടാണ്ടിരുന്നാ പോരെ ഇനിയോ. അല്ല പിന്നെ വെറുതെ അല്ലടാ നിനക്ക് നിൻ്റെ വീട്ടിൽ വല്ലാത്തത്. നാറി തെണ്ടി പൊട്ടി ഇവനെ ഞാനിന്ന്. എടാ ബാക്ക് സീറ്റിൽ നിന്ന് മുമ്പിക്ക് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. അല്ല പിന്നെ മുമ്പിക്ക് വരാമെങ്കിൽ സൗകര്യമില്ല, ഞങ്ങൾക്ക് ധൈര്യം ഉണ്ട് ഇങ്ങോട്ട് വാടാ. ചലയ്ക്കാൻ നിൽക്കണേ. ഒന്ന് നിർത്തുവോ? എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. അല്ല വളരെ വിത്തീൻ്റെ മുകളിൽ ഇടിച്ച് കയറ്റണമെങ്കിൽ മരിക്ക് നിന്നോ. ഇവളിത് എവിടെ പോയി കിടക്കുക? ഐറിനെ, കഥ തുറക്ക്. ഞാനാ വരികയാണ് മനുഷ്യ, ഒന്നവിടെ നിൽക്ക്. വരുന്നുണ്ട്. അതിപ്പോൾ നീ പറഞ്ഞിട്ട് വേണ്ടേ ഞങ്ങൾക്കറിയാം. ഒന്ന് പോടായിരുന്നു. എന്തേ മനുഷ്യ എത്ര നേരം നിങ്ങൾ അടിയണി? എടാ കോഴിക്കുഞ്ഞേ, മാറി നിൽക്ക് മനുഷ്യ മുമ്പെന്ന്. എടുത്താറാ കുഞ്ഞ്, നമ്മളാരായി? എടാ തെണ്ടി, ഈ ഇവിടുന്ന് പോയാൽ എത്ര കൊല്ലായി? എന്നൊന്ന് വിളിക്കെങ്കിലും ചെയ്തോ? ഞാൻ വിചാരിച്ച് തട്ടിപ്പോയെന്ന്. ഓ, നീ ഇതും അല്ലതിൻ്റെ അപ്പുറം ചിന്തിക്കുന്നു, എനിക്കറിയാം. ഹലോ മാഡം, ഞങ്ങളും കൂടെ ഉണ്ട്, ഒന്ന് മൈൻഡൊക്കെ ചെയ്യാം. ആ, നിങ്ങളും എൻ്റെ കൂടെ പെട്ടിയും കടക്കൊക്കെ എടുത്ത് വന്ന കാര്യം ഇച്ചായം പറഞ്ഞിരുന്നു. എന്താടി, ഞങ്ങൾ വന്ന അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ആ, പിടിച്ചില്ല. എന്തേ? ഹലോ ഗായ്സ്, ആ മുമ്പിൽ നിന്ന് മാറി തരുകയാണെങ്കിൽ എനിക്കൊന്ന് ഉള്ളിക്ക് കയറിയനു. ഓ, ഞാനതങ്ങ് മറന്നു. എന്നാ എല്ലാവരും വാ, ഉള്ളോട്ട് കയറി വാ. എന്താ അറിയില്ല, മനുഷ്യന് നല്ല വിശപ്പ്. ഞാൻ അടുക്കളയിലുണ്ടാവും കേട്ടോ. അവിടെ പോണതൊക്കെ കൊള്ളാം. അവിടെ കിടക്കുന്ന ഫ്രൂട്ട്സോ ബേക്കറിയോ സാധനങ്ങളോ എടുത്ത് തിന്നാ എൻ്റെ താനെ സ്വഭാവം അറിയും. കയ്യും വീശി പോന്നിക്കുക ഒന്നും കൊണ്ടുവരാണ്ടേ, എന്നിട്ട് ഇവിടുത്തെ മൊത്തം നിന്ന് നിൽക്കാനും സമ്മതിക്കില്ല ഞാൻ. ഓ എൻ്റെ പൊന്നെ, എനിക്കൊന്നും വേണ്ടേ. നീയും നിൻ്റെ ആ വയറ്റേ കടക്കണ കുഞ്ഞിപ്പുഴും കൂടി കഴിച്ചോക്കെ. നീ പോടാ മാങ്ങാത്തലയാ. ആ, അല്ല ഇനി എന്നാ ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണേ? ഇവൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞാൽ പോവും. അതെന്താ ചേട്ടാ അങ്ങനെ? അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റിയ സാഹചര്യത്തിലല്ല അവൻ. അവനോട് കമ്പനി നോക്കാൻ ആൻറ്റീൻ്റെ ഉത്തരവ്. ആ ബെസ്റ്റ്. ആ കമ്പനീൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പൂടി അവിടുന്ന്. ആ, ചോദിക്കാൻ മറന്നുപോയി. ചായ വേണോ, കോഫി വേണോ, അതല്ല ജ്യൂസ് വേണോ? എന്താ വേണ്ടേ? എല്ലാം ഒരു ഗ്ലാസ് പോന്നോട്ടെ. ഇവനൊരു മാറ്റമില്ലല്ലോ. അവിടെ പട്ടിണി കിടക്കേനോ ഈ? നിന്റെ വീടെന്ന് പറഞ്ഞാൽ അല്ല, ഞങ്ങളുടെ ക്രിസ്റ്റീൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പോലെയാണെന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഒക്കെ മനസ്സിലായി പ്രേമിക്കുന്ന ടൈം എന്തൊക്കെയായിരുന്നു. അലക്സിച്ച ഞങ്ങളെ കൂടെ നിൽക്കണം, അലക്സിച്ചൻ പറഞ്ഞാലേ വീട്ടുകാർ കേൾക്കൂ. ഇപ്പോൾ എന്തായി, എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മളെയൊക്കെ വേണ്ടൂ. അയ്യോ അലക്സിച്ച, ഞാൻ അങ്ങനെയല്ല. അലക്സിച്ചന് ഇപ്പം എന്താ വേണ്ടേ? ആ ബെസ്റ്റ്. അവൻ്റെ സെൻറ്റിക്കൊരു കുറവില്ലല്ലോടാ. അത് കേട്ട് വീയാൻ അവളും. ഓ എൻ്റെ പൊന്നു മോനെ, അവൻ്റെ ആ സെൻറ്റിയിൽ കാരണം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. എന്നാലും ഞാൻ അവനെ സമ്മതിച്ചു. ഞാൻ കരഞ്ഞ് വീണാൽ പോലും എനിക്കൊന്നും തരാത്തവളാ. ഇപ്പം കണ്ടില്ലേ. ഞങ്ങളുടെ അലക്സിനെ പറ്റി നീ എന്താ വിചാരിച്ചേ? ഈ കാര്യത്തിൽ അവൻ പുലിയാ. എന്തൊരു പെട്ടെന്ന് ടൈം പോയേ. നിങ്ങൾക്കറിയോ, ഇവിടെ ഭയങ്കര ബോറടിയാ, ആരുമില്ല സംസാരിക്കാൻ. നിങ്ങൾ വന്നപ്പോഴാകെ ഒരു സമാധാനം. ഇപ്പോൾ തങ്ങൾ പോവാന്ന്. എന്തിനത്ര വേഗം പോണേ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാം. ഇപ്പം സമയമില്ലടി, ഞങ്ങൾക്ക് കുറച്ച് പുറത്തൊക്കെ പോവാണ്ട്. നിനക്കിത്ര ബോറടി ആണെങ്കിൽ അങ്ങോട്ട് പോര്. അവിടെ മമ്മിയും ജൻസിയും പപ്പയൊക്കെ അല്ലേ, പിന്നെന്താ പ്രശ്നം? അവിടേക്ക് വാ. എൻ്റെ പൊന്ന് ചേടാ, നീ ഒന്നിട്ടൊന്നും പറയല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാലേ അവൾക്ക് ഇവിടെ എത്തേണ്ടി വരും. ഒരു വട്ടം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയതാ ഇതൊക്കെ പറഞ്ഞിട്ട്. പോ മനുഷ്യ അവിടുന്ന്. നിങ്ങൾക്കൊന്നും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലേ ഹസ്ബൻഡും വൈഫും കൂടെ ഇവിടെ അവസ്ഥയൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങൾ ഇറങ്ങാം, പിന്നെ വരടി. ബായ്. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്നിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കേടി. പിന്നെ ഞങ്ങളുടെ ജൂനിയർ താറാക്കുഞ്ഞിനെ സൂക്ഷിച്ചോളണം.
എന്നാ വാതിലടച്ചോ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വേഗം വരാം. വേഗം പോയി വാ. ഒന്ന് വേഗം നടക്ക് പെണ്ണെ, ആ ബസ്സും കൂടി പോയാൽ പിന്നെ അങ്ങോട്ടേക്ക് ബസ്സില്ല. നടന്ന് നടന്ന് മനുഷ്യന് ഉപ്പാടിളക്കി. ഈ ബസ് സ്റ്റോപ്പ് എവിടെ പോയി കിടക്കണാവോ? എടി ദാണ്ടേ വരുന്നൊരു ബസ്. എടി കൈ നീട്ടടി. ഓ ഭാഗ്യം, സീറ്റ് ഉണ്ട്. എടി വിൻഡോ സീറ്റ് എനിക്ക് തരുമോ? അയ്യടാ, ഞാൻ തരുമൊന്നുമില്ല. വേണമെങ്കിൽ ബാക്കിലിടാൻ പോയിടി. പോടി. പിന്നൊരു കാര്യം, എനിക്കൊരു ജോലി കിട്ടി കഫേയിൽ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ചേരും. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും വരില്ല. ജോലിയോ? നീ ഇതെന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? അതും കഫേയിൽ, അതൊന്നും വേണ്ട, ശരിയാവില്ല. നീ പോണ്ട, അത്ര തന്നെ. ഒന്ന് പോടി ഭ്രാന്തി അവിടുന്ന്. ഇതന്നെ ഞാൻ കയ്യും കാലും പിടിച്ച് കിട്ടിയതാ. ടെമ്പററി ആണെന്ന് കേട്ടപ്പോൾ തന്നെ അവർ വേണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്നാലും അനു, ഒരു കാര്യം ചെയ്യാം. ഏട്ടനോട് പറഞ്ഞാൽ ഇതിനും നല്ലൊരു ജോബ് റെഡിയാക്കി തരും. പോരെ? വേണ്ട, ഇപ്പോൾ എന്തായാലും ഇത് മതി. പിന്നെ ആദ്യേട്ടനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ, വെറും 4-5 മാസത്തേക്കുള്ള കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മേനോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് വേണം പോയിട്ട് പറയാൻ. എന്താ വെച്ചാൽ ചെയ്യ്. പിന്നെ എന്തെങ്കിലും കുഴപ്പമൊന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ട, കേട്ടല്ലോ? ഓക്കെ പൂച്ച കുഞ്ഞെ. അല്ല, 4-5 മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സാം വരുമല്ലേ, അതെങ്ങനെ ചെയ്തപ്പം? അതിനെന്താ, ഒരു നേരമല്ലേ എക്സാം ഉള്ളൂ, ബാക്കി അങ്ങോട്ട് ജോലിക്ക് പോകാമല്ലോ. അത് ഇതിൻ്റെ കൂടെ എഴുതി പോകാനേ ഉള്ളൂ, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എടി അനുപ്പെണ്ണെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നെ കൊല്ലരുത്, കളിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ നീ? എടി അത് പിന്നെ, നിനക്കെൻ്റെ ആദ്യേട്ടനെ കല്യാണം കഴിച്ചൂടെ? അതാവുമ്പോൾ ഇങ്ങനെ പണിക്കൊന്നും പോകണ്ടല്ലോ. അതുമാത്രമല്ല, നമുക്ക് ഒന്നിച്ച് നിൽക്കും ചെയ്യാം. ആഹാ, എന്തൊരു നല്ല നടക്കാത്ത സ്വപ്നം. എടി ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലപോലെ അറിയാലോ, പിന്നെന്താ പ്രശ്നം? നീ ഒന്ന് പോയേടി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിട്ട് പോലുമില്ല അപ്പോഴാ. പക്ഷേ നിങ്ങൾ രണ്ടാളെ പെരുമാറ്റം അങ്ങനെയൊന്നുമല്ലല്ലോ, എന്തൊക്കെയോ ഉള്ളത് പോലെയാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും ഇനി കാണാലോ. ഞങ്ങളെ പെരുമാറ്റത്തിന് എന്താ പ്രശ്നം? അതൊക്കെ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. ഇപ്പോൾ പ്രശ്നം മൊത്തം എൻ്റെ ആയോ? അല്ലെങ്കിൽ എൻ്റെ ആദ്യേട്ടൻ എന്താ ഇത്ര പ്രശ്നം? നിനക്ക് കെട്ടിയാലെന്താ, പാവല്ലേ ആദ്യേട്ടൻ. പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയല്ല മാങ്ങാത്തൊലി. ഇനി മിണ്ടരുത്. അല്ല പിന്നെ ഞാനൊന്നും മിണ്ടണില്ലേ? അല്ലെങ്കിൽ നീയൊന്നും എൻ്റെ ഏട്ടനെ അർഹിക്കുന്നില്ല. പൊടി അവിടുന്ന്. ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണേ? എടാ ജേസ, മര്യാദയ്ക്ക് എണീച്ചോ, അല്ലെങ്കിൽ വെള്ളം കോരി വയ്ക്കും ഞാൻ. ഡാ, നിനക്കെന്താ? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കൂല. ആകെ കിട്ടണമെങ്കിൽ കുറച്ച് ലീവാ, അപ്പോഴും ഉറങ്ങാൻ സമ്മതിക്കില്ല. പൊടി അവിടുന്ന്. നീ ഉറങ്ങിക്കോ, പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പേ നീ എടുത്ത് കൊണ്ടുപോയ എൻ്റെ ഫയൽ എനിക്ക് കിട്ടണം. എന്നിട്ട് ഉറങ്ങിയാൽ മതി നീ. ഏത് ഫയൽ? എനിക്കൊരു ഫയലും അറിയില്ല. ഒന്ന് പോയി താടി, ഒന്ന് ഉറങ്ങട്ടെ ഞാൻ. എടാ, അവസാനമായിട്ട് ചോദിക്കുക, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങ് തന്നോ. നീ അല്ലാണ്ട് അവിടെ വേറെ ആരും എടുക്കാൻ വരില്ല. നിന്റെ ആ ഫയൽ എനിക്ക് കിട്ടിയിട്ട് എന്താക്കാനാ ഞാൻ? കപ്പലണ്ടി വറക്കാനോ? ഒന്ന് പോയി അവിടുന്ന്. അതാണ് എനിക്കറിയണ്ടേ. നീ അത് കപ്പലണ്ടി വറക്കാനോ വേറെ എന്തിനോ യൂസ് ചെയ്യും. എനിക്കതാ പേടി. അതെൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയലാണ്, എനിക്കത് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ഇതെന്തൊരു കഷ്ടാ. അല്ല, നീയും നിന്റെ ഇച്ചായും കൂടി എന്തിനാ എന്നെ കാണുമ്പോൾ എൻ്റെ മെക്കെട്ട് കയറണേ? നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് നേരല്ല, കളിക്കാണ്ട് ആ ഫയലിങ്ങത്താ. എടി മൊയലിന് പരിണാമം സംഭവിച്ചോളാം. നിന്നോടല്ലടി ഞാൻ പറയണേ, ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ടും. എന്താണ് രണ്ടും കൂടി? നേരം വെളുത്തില്ല അപ്പോഴേക്കും തുടങ്ങി. നാട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഞാനല്ല മമ്മി, ഇവൻ എൻ്റെ ഫയലെടുത്തു. അതാണെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റാ. എടി ഞാൻ ഒരു വട്ടം പറഞ്ഞു, എനിക്കെന്തിനാ നിന്റെ ഫയല്? നീ നല്ലപോലെ ഒന്ന് തപ്പി നോക്ക്, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അല്ലാണ്ട് ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് വരെ കാര്യമുണ്ടോ? അല്ലെങ്കിലും മമ്മി ഇവൻ്റെ കൂടെയല്ലേ നിൽക്കൂ. ഇടാ ചെറുക്ക, നീ ആ ഫയൽ തപ്പാൻ കൂടി കൊടുത്തേ. എന്തൊരു കഷ്ടാണിത്. ഒരു ലീവ് കിട്ടിയപ്പോൾ ഉറങ്ങാന്ന് വെച്ചപ്പോൾ അതിനും സമ്മതിക്കില്ല. അത് തപ്പി കൊടുത്തിട്ട് നീ ഉറങ്ങിക്കോ. മമ്മി കോഫി. എണീച്ച് വന്നോ എൻ്റെ പുത്രൻ? ബാക്കി ലൈറ്റിങ്ങളൊക്കെ എവിടെ? എണീച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കും. അല്ല, നീ എങ്ങോട്ടാ ഇത്ര നേരത്തെ? ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. നിൻ്റെ ഫയൽ കിട്ടിയോ? എവിടെയായിരുന്നത്? എവിടെ പോവാനത്? അവളുടെ കാറിലുണ്ടായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുവെക്കും, എന്നിട്ടും ഓർമ്മയില്ലാണ്ട് എൻ്റെ മെക്കട്ടേക്ക് കയറും. ഇതിവിടുത്തെ സ്ഥിരം പല്ലവിയാണല്ലോ. നീ പോടാ കാട്ടുമാക്കാനെ. കാട്ടുമാക്കാൻ നിന്റെ മറ്റവൻ. ഇവനേനോ? ഇവനെന്തിനാ ഈ നേരത്തെ വിളിക്കുന്നേ? നീ പോയിട്ട് വാടി, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കുരുപ്പേ. ഹലോ, എന്താടാ പറ.
ഓ, ഈ പരട്ടകളെ കൊണ്ട് രാവിലെ തുടങ്ങിക്കോളും. ഏത് നേരത്താണ് എഡിറ്റിങ്ങളൊക്കെ ഉണ്ടാക്കാൻ തോന്നി? അല്ലടാ, അവന്മാർ എണീച്ചില്ലേ? ഇല്ല പപ്പേ. ആ നീ എത്തിയോ? നീ ഇവിടെ ഇരിക്കേ, അവിടെ ഒരുക്കൊന്നും കഴിഞ്ഞില്ല, ഇപ്പം കയറി പോയിട്ടുള്ളൂ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട്. ആ ബെസ്റ്റ്. എന്നോട് കറക്റ്റ് 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഓളിപ്പോൾ എങ്ങനെയാ? പിന്നെ ആൻറ്റി സുഖമല്ലേ? കുറേ കാലമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. മരുന്നൊന്നും തീർന്നിട്ടൊന്നുമില്ലല്ലോ? അതൊന്നും കുഴപ്പമില്ലടാ, നിന്റെ ജോലി തിരക്ക് കാരണല്ലേ. പിന്നെ മരുന്നൊന്നും തീർന്നിട്ടൊന്നുമില്ല, അത് കുടിക്കാൻ തോന്നണ്ടേ. ആകെ ക്ഷീണം അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പണി എടുക്കാൻ കഴിയൂല. ആ ക്ഷീണാന്നറ്റം പറഞ്ഞ് ഞാൻ ഗുളിക കുടിക്കാണ്ട് നിൽക്കട്ടെ, അപ്പം എൻ്റെ തനി സ്വഭാവം അറിയും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ നാളെ പോയി വിളിച്ചോക്കട്ടെ. ഒരുങ്ങി കഴിഞ്ഞിട്ടാവോ. നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടാ പോകുന്നേ? എന്നെയും കൂടി കൂട്ടൂ. എന്നും നിന്നെയും കൊണ്ടല്ലേ ഞാൻ കറങ്ങല്, ഇന്ന് ഓളയും കൊണ്ടേ ഒന്ന് കറങ്ങട്ടെ. നീ ഇവിടെ അടങ്ങിയിരിക്കി, 10ലേക്കാന്നുള്ള ബോധം വേണം. ഓ എൻ്റെ ആദ്യമായിട്ട് അത് ഓർമ്മിപ്പിക്കല്ലേ. 9 കഴിഞ്ഞ് വരുമ്പോഴേ ടീച്ചർമാരതാ പറഞ്ഞു, ചേച്ചിക്ക് ഫുൾ A+ ആണ്, ഈ നിനക്കും ഫുൾ A+ ആവണം. കേട്ട് കേട്ട് മടുത്ത്. ഇനിയിപ്പോൾ 10 തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കാവൂല. സാരല്ല കേട്ടോ, എന്നാൽ മോള് പോയി പഠിക്കും. വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുതരാം. ഓ, അവൾക്കിനി കൊണ്ടു കൊടുക്കാത്തതിൻ്റെ പ്രശ്നം കൂടിയേ ഉള്ളൂ. നിങ്ങൾ ഒറ്റ ഒരാൾ അവളെങ്ങനെ ചീത്തയായി കൊണ്ടുക്കണേ. തമ്പുരാട്ടി എഴുന്നള്ളിയോ? ആദ്യമായിട്ട് മൈൻഡ് ചെയ്യണ്ട, ഒക്കെ സ്വയ്യ. എനിക്ക് വലിയ ഡയറി മിൽക്ക് കേട്ടോ, വലിയ ഡയറി മിൽക്ക്. എന്തിനാ അത്ര വലുതാക്കുന്നേ? ആ പീടിയുള്ള എല്ലാ ഡയറി മിൽക്കും എനിക്ക് കൊണ്ടുതരാം. വാങ്ങി കൊടുക്കട്ടോ അവളെ ഇഷ്ടത്തിന് തുള്ളിയിട്ട്. നിനക്കെന്താടി? നിനക്കും ഞാൻ വാങ്ങിത്തരാം, പോരെ? ഓ, എനിക്കൊന്നും വേണ്ടേ. നിങ്ങളും അവളും കൂടി അങ്ങ് തിന്നാ മതി. എടി പെണ്ണെ, അവനോട് തരുതല പറയണ്ട, പോകാൻ നോക്കാം അവൻ്റെ കൂടെ. ഓ, ഞാൻ പോയേ. ഇനി എന്ത് നോക്കി കുത്തിരിക്കാൻ വരുന്നുണ്ടോ മനുഷ്യ? ഓ, തമ്പുരാട്ടിക്ക് പിടിച്ചില്ല പറഞ്ഞത്. എന്നാൽ ശരി ആൻറ്റി, എടി പോയി വരട്ടോ. എന്നാ പോവാ? എന്താടി എൻ്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കുത്തിരിക്കുന്നേ? ഒന്നിച്ച് ഇരിക്കടി. ഓ, ഇവളെ കൊണ്ട് എനിക്കും ഞാൻ വാങ്ങിത്തരാം പെണ്ണേ, പോരെ? വേണമെങ്കിൽ 10 സ്പ്രൈറ്റും കുപ്പിയും കൂടി എക്സ്ട്രാ വാങ്ങിത്തരാം. നീ കയറ്. സത്യമായിട്ടും എന്നാ കുഴപ്പമില്ല. എന്നാ വാ പോവാ. ആ, ഒറ്റ മിനിറ്റ്. ഇന്ന് എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഓ, എന്തൊരു സന്തോഷം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ. ഇന്ന് എങ്ങനെയുണ്ട് എന്നെ കാണാൻ? തിരക്കേടില്ല, നീ കയറ്, വാ പോവാ. അതിന് നിങ്ങൾ എന്നെ നോക്കിയില്ലല്ലോ, മര്യാദയ്ക്ക് നോക്കിയിട്ട് പറ മനുഷ്യ. ഓ, ഇവളെ കൊണ്ട്. വാവ്, എടി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത്ര മതി എക്സ്പ്രഷൻ, ഇനി വേണോ? ഓ, നിങ്ങളോട് വെച്ച് എന്നെ വേണം പറയാൻ. വണ്ടി എടുക്കണ്ടോ?